എനിക്ക് വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട പാട്ടുകൾക്ക് ചുണ്ടനക്കാൻ പറ്റിയെന്നുള്ളതാണ്. ഒരുപാട് നാഷണൽ അവാർഡ് പാട്ടുകളുണ്ട്, സ്റ്റേറ്റ് അവാർഡ് പാട്ടുകളുണ്ട്. ഞാൻ അല്ലെങ്കിൽ എൻ്റെ സിനിമകൾ രവീന്ദ്രൻ മാഷിൻ്റെ സംഗീതം, ദാസേട്ടൻ എന്ന് പറയുന്ന വലിയൊരു കോമ്പിനേഷനായിരുന്നു.
സദസ്സിലിരിക്കുന്ന വ്യക്തികളെ ഇവർക്ക് നമസ്കാരം. എല്ലാവർക്കും വളരെ സന്തോഷകരമായ ഒരു ദിവസം ആശംസിക്കുന്നു. വളരെ അധികം സന്തോഷത്തോടെയും അഭിമാനത്തോടെയും ഇവിടെ നിൽക്കുകയാണ്. ഒരു ദാസേട്ടൻ്റെ ഇങ്ങനത്തെ ഒരുപാട് വർഷത്തിന് ശേഷമുള്ള ഒരു ഗാനം, അതിൻ്റെ ലോഞ്ച്, അതിൻ്റെ ഒരു കർത്തവ്യം നിർവഹിക്കാൻ ഞാൻ അതിലേക്ക് വന്നുപെട്ടു എന്ന് പറയുന്നതിൻ്റെ ഒരു ഗുരുത്വമായിട്ട് കാണുകയാണ്. കാണാത്ത ലോകത്തിരുന്ന മനുഷ്യരെ മയക്കുന്ന ആൾക്കാരാണ് ഗന്ധർവന്മാർ എന്ന് പറയപ്പെടുന്നു. എന്നാൽ ദാസേട്ടൻ നമ്മുടെ കൺമുൻപിൽ നിന്ന് നമ്മളെ പാടി ഇപ്പോഴും മയക്കുന്ന ഗാനഗന്ധർവൻ തന്നെയാണ്. ഭാരതീയർക്ക്, പ്രത്യേകിച്ച് മലയാളികൾക്ക് അദ്ദേഹം ഒരു വികാരമാണ്. എനിക്ക് മുമ്പുള്ള തലമുറ, എൻ്റെ തലമുറ, അതിനുശേഷം വന്ന പുതിയ തലമുറ, അവരെയൊക്കെ പാടി ഉറക്കുകയും ഉണർത്തുകയും ഒക്കെ ചെയ്യുന്ന ശബ്ദം തന്നെയാണ്. ഇവിടെ പറഞ്ഞു, എത്രയോ അമ്പലങ്ങളിലെ ദേവന്മാരെയും ദേവികളെയൊക്കെ പാടി ഉറക്കുകയും ഉണർത്തുകയും ചെയ്യുന്ന ശബ്ദത്തിനുടമയാണ്. ഇപ്പോഴും അദ്ദേഹം അവിടെ നിന്ന് പാടുന്നുവെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷകരമായി. എന്നെ വിളിച്ചിരുന്നു അദ്ദേഹം, ഇടയ്ക്ക് ഞാൻ സംസാരിക്കാറുണ്ട്. അപ്പോൾ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, അതിന് പറ്റുമെങ്കിൽ അത് എൻ്റെ ഒരു വലിയ അംഗീകാരമായിട്ട് ഞാൻ കാണുന്നു. അതായത് ചിലർക്കൊപ്പം നമ്മൾ ജീവിക്കുക എന്ന് പറയുന്നൊരു സൗഭാഗ്യമായിട്ടാണ് കാണുന്നത്. അദ്ദേഹം ഉള്ള സമയത്ത് നമ്മൾ ജീവിച്ചു എന്ന് പറയുന്നത് വലിയൊരു അഭിമാനം തന്നെയാണ്. പിന്നെ എനിക്ക് വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട പാട്ടുകൾക്ക് ചുണ്ടനക്കാൻ പറ്റിയെന്നുള്ളതാണ്. ഒരുപാട് നാഷണൽ അവാർഡ് പാട്ടുകളുണ്ട്, സ്റ്റേറ്റ് അവാർഡ് പാട്ടുകളുണ്ട്. ഞാൻ അല്ലെങ്കിൽ എൻ്റെ സിനിമകൾ, രവീന്ദ്രൻ മാഷിൻ്റെ സംഗീതം, ദാസേട്ടൻ എന്ന് പറയുന്ന വലിയൊരു കോമ്പിനേഷനായിരുന്നു. മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരുപാട് ഗാനങ്ങൾ ഒരു കോമ്പിനേഷനിൽ നിന്നുണ്ടായി. ഏതാണ്ട് ഒരു 5 തലമുറയായിട്ട് ദാസേട്ടൻ്റെ പാട്ടുകൾ കേൾക്കുന്ന ആൾക്കാർ തന്നെയാണ് ഈ ഇരിക്കുന്നത്, നമ്മളിവിടെ കാണുന്ന ആൾക്കാരൊക്കെ. അദ്ദേഹത്തിൻ്റെ പിന്നെ എന്താ പറയണ്ടേ, ഈ മലയാള സിനിമ ഉദയ അല്ലെങ്കിൽ മെരിലാൻഡൊക്കെ പിന്നെ അവരുടെ കാര്യത്തിന് ശേഷം മലയാള സിനിമയെ ഒരു പക്ഷേ കേരളത്തിലേക്ക് കൊണ്ടുവന്നത് തന്നെ ദാസേട്ടൻ്റെ സംഗീത കമ്പനിയായ തരംഗിണി മ്യൂസിക് കമ്പനിയാണ്. ഒരുപാട് സോങ്ങുകളിലൂടെ മലയാളികൾക്ക് അവരുടെ ഗ്രഹാതുരത്തെ ഒക്കെ മനസ്സിലാക്കി കൊടുക്കുകയും അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്താ പറയണ്ടേ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്നൊരു പാട്ടുകളിലൂടെ മനുഷ്യരെ വളരെയധികം ഒരു റെവലേഷൻ വെളിപാടുണ്ടാക്കിയൊരു കമ്പനിയാണ് അത്. ദാസേട്ടൻ വെള്ളയമ്പലത്ത് സ്ഥാപിച്ചൊരു കമ്പനിയാണ്. ഒരു കാലത്ത് മലയാളികൾക്ക് ഓണക്കാലത്തിൻ്റെ വില എന്ന് പറഞ്ഞാൽ തരംഗണിയിൽ നിന്ന് കിട്ടുന്ന പാട്ടുകൾ തന്നെയായിരുന്നു. എന്തായാലും ഒരുപാട് നാളിന് ശേഷം, ഏതാണ്ട് 18 വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് തരംഗണിയിൽ നിന്ന് ഇപ്പോൾ ഒരു ഓണപ്പാട്ട് ആൽബം പുറത്തു വരുന്നത്. അതിൻ്റെ പ്രകാശനത്തിനാണ് നമ്മളിന്നിവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. തരംഗണിയെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം മറ്റൊരു സുപ്രധാന കാൽവെപ്പ് കൂടി നടത്തുകയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. യേശുദാസ് അക്കാദമി എന്ന പേരിൽ സംഗീത പഠനത്തിന് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായി ദാസേട്ടൻ നേതൃത്വം നൽകുന്ന ക്ലാസ്സുകളിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിക്കുകയാണ്. ആ സംരംഭത്തിന് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ശ്രീ ഹരിഹരൻ രചിച്ച് ശ്രീ നന്ദു കർത്ത മനോഹരമായി ഇണമിട്ട് ദാസേട്ടൻ ആലപിച്ച ഈ പൊൻചിങ്ങത്തേത് ആസ്വാദക സമക്ഷം നിറഞ്ഞ മനസ്സോടെ ഞാൻ പ്രകാശനം ചെയ്യുന്നു. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് 3 വർഷങ്ങളായി കൊറോണ കാലമായിട്ട് ദാസേട്ടൻ ഇന്ത്യയിലേക്കൊന്നും എത്തിയിട്ടില്ല. പല കാലത്തിന് ശേഷം നമുക്ക് അദ്ദേഹത്തെ നേരിട്ട് കാണാനും സാധിച്ചു. അങ്ങനെ ഒരു ഭാഗ്യങ്ങൾ നമുക്കുണ്ടായി. എന്തായാലും സിയാലിന് എന്നും അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇത്തരത്തിലൊരു മംഗളമായ കാര്യത്തിൽ എൻ്റെ പുറകിൽ പ്രവർത്തിച്ച സിയാലിലെ എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു. ഏറ്റവും മനോഹരമായ ഒരു ഓണമായി മാറട്ടെ. കൊറോണയ്ക്ക് ശേഷം എല്ലാവരും ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. വളരെ സന്തോഷകരമായ ഒരു ഓണക്കാലമായി മാറട്ടെ. പ്രത്യേകിച്ച് ഈ പാട്ടിനോടൊപ്പം ഇതിൽ സംഭവിച്ചിരിക്കുന്ന പോലെയല്ല, മനുഷ്യൻ്റെ മനസ്സുകളിലേക്ക് എന്താണ് ആഘോഷം, വാനോളം അല്ലേ, വാനോളം ആഘോഷമാകട്ടെ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പ്രത്യേകിച്ച് ഈ പരിപാടി വളരെ ആത്മാർത്ഥതയോടുകൂടി
ഇത് നടത്താൻ വേണ്ടിയിട്ട് അനുവദിച്ച അതോറിറ്റീസിനും എയർപോർട്ട് അതോറിറ്റീസ് ആൻഡ് അതിൻ്റെ എല്ലാ വ്യക്തികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. പ്രിയപ്പെട്ട മോഹൻലാൽ, അദ്ദേഹത്തിനോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി തന്നെ അത് സമ്മതിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ചതിന് പ്രത്യേകിച്ച് ഞങ്ങളുടെ നന്ദിയെ രേഖപ്പെടുത്തുകയാണ്. കൂടാതെ ഇന്ന് സംബന്ധിച്ചിട്ടുള്ള മറ്റെല്ലാ വ്യക്തികൾക്കും, പ്രത്യേകിച്ച് വിശാരടി, പിന്നെ സുദീപ്, ജയൻ, പിന്നെ മറ്റുള്ള എല്ലാ വ്യക്തികളും ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട ഞങ്ങളുടെ തരംഗിണി സ്റ്റാഫുണ്ട്. അവരെയും ഞാൻ ഓർക്കുന്നു. കാരണം ഇതിൻ്റെ സക്സസ്സിന് വേണ്ടി അവർ അങ്ങേയറ്റം നമ്മുടെ കൂടെ തന്നെ ഇതിനു വേണ്ടി പ്രവർത്തിച്ചതിന് പ്രത്യേകിച്ച് അവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. ഇന്ന് കൂടിയിരിക്കുന്ന എല്ലാവർക്കും സംഗീതത്തിൻ്റെ പേരിൽ ഒന്നുകൂടി ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. പിന്നെ മ്യൂസിക് ഡയറക്ടർ, ഇതിൻ്റെ പാട്ടെഴുതിയ ഈ ഓണപ്പാട്ടുകൾ എഴുതി ഞങ്ങളെ ഇതിലേക്ക് ആകർഷിപ്പിച്ച അതിൻ്റെ മ്യൂസിക് ഡയറക്ടറിനോടും അതിൻ്റെ മറ്റുള്ള എല്ലാ വ്യക്തികളോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. ഇത്രയും ദൂരെ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ബന്ധം പുലർത്താൻ ഇടയാക്കി തന്ന ജഗദീശ്വരൻ്റെ അനുഗ്രഹം. കാരണം ടെക്നോളജിയെ നമുക്ക് തീർച്ചയായിട്ടും പ്രകീർത്തിച്ചേ പറ്റൂ. കാരണം ഇവിടെ ഇപ്പോൾ മണി ഏകദേശം 1:30 കഴിഞ്ഞു, രാത്രിയായി. എന്നാൽ പോലും ഞങ്ങൾക്ക് ഇതിനുള്ള സന്തോഷം കൊണ്ട് ഒരു 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 ഉറക്കമൊന്നും വരുന്നില്ല. നിങ്ങളെയൊക്കെ കണ്ടതിൽ അപ്പോൾ പകൽ ഓണത്തിൻ്റെ വലിയൊരു ആഘോഷമാണ് അവിടെ നടക്കുന്നത് പോലെയാണ് തോന്നിയത്. തീർച്ചയായിട്ടും ഇതിനൊക്കെ ഞാനും പ്രഭയും ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് എൻ്റെ ഇളയ പുത്രനാണ് ഇതിനൊക്കെ ചെറിയ റെക്കോർഡിങ്ങിൻ്റെ കൂടെയൊക്കെ ഇരിക്കുന്നതൊക്കെ. അവനും നന്ദി പറയുന്നു. പിന്നെ പ്രത്യേകിച്ച് വിജു അവിടെ വന്നതിന് ഞങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളോടെല്ലാവരോടും ആത്മാർത്ഥതയോടുകൂടി നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഓണത്തിൻ്റെ കാര്യം ഓർക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്ന ഓർമ്മകൾ, എന്തെല്ലാം തരത്തിലാണ് നമ്മുടെ സംസ്കാരം, എങ്ങനെയൊക്കെയാണ്, ഏതെല്ലാം തരത്തിലായിരുന്നു കൂട്ടായ്മകൾ, സംഗീതപരമായിട്ടും ഭക്ഷണ സംബന്ധിച്ചുള്ളതും, ഇതെല്ലാം വളരെ പ്രകീർത്തിക്കേണ്ട കാര്യങ്ങളായിരുന്നു. അതെല്ലാം നമ്മൾ ഓർക്കണം. അത് തിരികെ വരണം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം, ആരോഗ്യത്തോടെ ഇരിക്കണം. ഇതാണ് എൻ്റെ വിനീതമായ പ്രാർത്ഥന. അതുകൊണ്ട് നമുക്ക് നൽകാനൊക്കുന്നത് സംഗീതം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങളുടെ ഈ സംഗീതത്തെ സ്വീകരിച്ച് നിങ്ങളെല്ലാവരും ഞങ്ങളെ അനുഗ്രഹിച്ചതിന് ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഒന്നുകൂടി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ സംഗീത ജീവിതത്തിൽ എനിക്ക് കടപ്പാടുള്ള ഒരുപാട് പേരുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട പേരാണ് ദാസേട്ടനും തരംഗിണിയും. എൻ്റെ കരിയറിൻ്റെ തുടക്കത്തിൽ ശ്രദ്ധേയമായ ഒരുപാട് ഭക്തിഗാനങ്ങളും ലളിതഗാനങ്ങളും ഓണപ്പാട്ടുകളും എല്ലാം തരംഗിണിക്ക് വേണ്ടി പാടാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. പൈതലാം യേശുവേ, അഷ്ടമിരോഹിണി നാളിലെൻ മനസ്സൊരു, തിരുവാറന്മുള കൃഷ്ണ,
അത്തപ്പൂവ് ചിത്തിരപ്പൂവ്, ഇങ്ങനെ ആ ലിസ്റ്റുകൾ കുറേ ഉണ്ട്, ഒരുപാട് പാട്ടുകളുണ്ട്. അതെല്ലാം ഇങ്ങനെ മനസ്സിൽ ഓടി വന്ന് നിറയുകയാണ്. ഓണക്കാലത്തെ വരവേൽക്കാനായിട്ട് തരംഗണിയിൽ നിന്നും പുറത്തിറങ്ങുന്ന ഗാനങ്ങൾ കേൾക്കാൻ വേണ്ടി കാത്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു മലയാളികൾക്ക് എല്ലാവർക്കും. പാട്ടുകൾ കൊണ്ട് സമൃദ്ധമായിരുന്ന ഒരു കാലം. ഒരിടവേളയ്ക്ക് ശേഷം തരംഗിണി വീണ്ടും പുറത്തിറക്കുന്ന ഓണഗാനമാണ് പൊൻചിങ്ങത്തേര്. ശ്രീ ഹരിഹരൻ രചിച്ച് ശ്രീ നന്ദു കർത്ത ഈണമിട്ട മനോഹരമായ ഈ ഗാനം ഓണക്കാലത്ത് ഏറ്റവും ശ്രദ്ധേയമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദാസേട്ടനും ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു. തരംഗിണിയുടെ ഈ ഒരു ഗാനം എല്ലാവർക്കും ഇഷ്ടമാകട്ടെ, എല്ലാവരിലേക്കും എത്തിച്ചേരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ദാസേട്ടാ, പ്രഭുജി നമസ്കാരം. ലാൽ സർ, പിഷാരടി, ജയൻ സർ, മൈ ഫ്രണ്ട് സുദീപ്, സുഹാസ് സർ, എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ 18 വർഷത്തിന് ശേഷം ദാസേട്ടനൊരു ഓണപ്പാട്ട് ഇറക്കുന്നു എന്ന് ഒരു ഡിസിഷൻ എടുത്തതിന് തരംഗിണിക്കും സിയാലിനും താങ്ക്സ്. കാരണം ദാസേട്ടൻ്റെ ഒരുപാട് ഫാൻസിനെ പോലെ തന്നെ ഞാനും ദാസേട്ടൻ്റെ പുതിയ പാട്ടുകൾ കേൾക്കാൻ കാത്തിരിക്കുന്ന ഏറ്റവും വലിയ ഫാനാണ്. സോ ആ ഒരു ഉദ്യമത്തിന് വലിയ താങ്ക്സ്. ആൻഡ് ഇതിൻ്റെ മ്യൂസിക് ഓഫ് കോഴ്സ് ഈ നിമിഷത്തിൽ ഐ വോണ്ട് ടു സേ താങ്ക്സ് ടു നന്ദു കർത്ത. നന്ദു ഉഗ്രനായിട്ട് ചെയ്തിട്ട് നന്ദുവിന് നല്ല റെസ്പോൺസിബിലിറ്റി ആയിരുന്നു ഇത് ചെയ്യാൻ. കാരണം ഇത്രയും പാട്ടുകൾ ചെയ്ത് ഓണപ്പാട്ടുകൾ വന്ന് തരംഗിണിയിൽ ഒരു പുതിയ പാട്ട് ചെയ്യാന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. ലിറിക്സ് എഴുതിയ ഹരിഹരനും കൺഗ്രാറ്റ്സ്. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഓണ സമയത്ത് തരംഗിണിയുടെ ഓണപ്പാട്ടുകളും ഓണവും എപ്പോഴും വെൻറ്റ് ഹാൻഡ് ഇൻ ഹാൻഡ്. രവീന്ദ്രൻ മാസ്റ്ററിൻ്റെ പാട്ടുകൾ ഉത്രാട പൂനിലാവയൊക്കെ ഇപ്പോഴും ഓണം എന്ന് പറഞ്ഞാൽ ഉത്രാട പൂനിലാവേ, മാമാങ്കം, പിന്നെ രംഗൻ മാസ്റ്ററിൻ്റെ 4 മണിപ്പൂവ്, അങ്ങനെ എത്ര പാട്ടുകളാണ്. അതിലൊരു നല്ലൊരു ആൽബത്തിൽ എനിക്കും പാടാൻ കഴിഞ്ഞിട്ടുണ്ട്. തിരുവോണ കൈനീട്ടത്തിൽ വിദ്യാർജീനി മ്യൂസിക്കിൽ ഗിരീഷ് പുത്തഞ്ചേരിയുടെ ലിറിക്സിൽ. നിങ്ങൾക്ക് അതിലത്തെ ഒരു പാട്ടിൻ്റെ സിഗ്നേച്ചർ ട്യൂണാണ് ഇപ്പോൾ എല്ലാ ചാനൽസിലും വരുന്നത്. എന്നൊരു മ്യൂസിക്. അപ്പോൾ ആ പാട്ട് അതിൽ പറന്നിറയെ പൊന്നളക്കും, പൂമുല്ലക്കോടി ഒടുക്കണം, ചന്ദന വളയിട്ട്, അങ്ങനെ കുറച്ച് പാട്ടുകൾ പാടിയിട്ടുണ്ട്. ദാസേട്ടനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ദാസേട്ടൻ്റെ കൂടെ എൻ്റെ 10 വയസ്സ് തൊട്ട് കൂടെ ട്രാവൽ ചെയ്ത ആളാണ്. അപ്പോൾ ഒരുപാട് ഈ ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു കാര്യത്തിൻ്റെ എക്സാമ്പിളാണ് ദാസേട്ടനും. പിന്നെ ഓഫ് കോഴ്സ് ഞാൻ ഒരാളെ പറയണു, ഞാൻ കുറച്ച് ഷോസിന് പോയപ്പോൾ ഞാൻ ഇങ്ങനൊരു ഡെഡിക്കേഷൻ ഉള്ളതായിരിക്കണം ലാൽ സാറ്. അയ്യോ, പറയാതിരിക്കാൻ വയ്യ. കാരണം അദ്ദേഹത്തിന് ഒരു ആവശ്യമില്ല പാട്ടിൻ്റെ ഇതിൻ്റെ പ്രാക്ടീസിനൊക്കെ ഏതോ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ ഓടി വന്ന് സിൻസിയറായിട്ട് ഇരുന്ന് എത്ര മണിക്കൂർ ഇരുന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് പോകണമെന്നറിയാമോ. ഇവരൊക്കെ ശരിക്കും ഭയങ്കര ഇൻസ്പയറിങ് ആണ്. ആൻഡ് ദാസേട്ടനെ എപ്പോൾ വിളിച്ചാലും അമേരിക്കയിലേക്ക് പ്രൊഫിച്ചെ വിളിക്കുമ്പോൾ പിന്നാലെ ഇരുന്ന് ദാസേട്ടൻ പാടുന്നതാണ് കേൾക്കുന്നത്. ഇപ്പോൾ ദാസേട്ടൻ അവിടെ എങ്ങനെ ഇരിക്കണമെന്ന് ഞാൻ അല്ലെങ്കിൽ ദാസേട്ടൻ്റെ തലയിൽ കൂടി ഇപ്പോൾ രാഗങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. പിന്നെ നേരിട്ട് സംസാരിക്കുമ്പോൾ അത് രാഗങ്ങളെ പറ്റിയും പാട്ടിനെ പറ്റിയും, അതല്ലാതെ വേറൊരു ലോകമില്ല. പറഞ്ഞ പോലെ ഇവരൊക്കെ സംഗീതത്തിനായിട്ട് ഇവിടെ ഭൂമിയിലേക്ക് അയച്ച ഗന്ധർവന്മാർ തന്നെയാണ്. ദാസേട്ടൻ ഇനിയും ഒരുപാട് പാട്ടുകൾ പാടണമെന്ന് ആസ് എ ഫാൻ ദാസേട്ടനടുത്ത് പറയണോ. ദാസേട്ടനുള്ള ആരോഗ്യം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ദാസേട്ട ചേച്ചി നമസ്കാരം. ലാലേട്ട നമസ്കാരം. സുഹാസ് നമസ്കാരം. മറ്റു വിശിഷ്ട വ്യക്തികൾ, സിയാലിൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് നമസ്കാരം. ഇന്ന് ചിത്തിര ദിനം, ഏറ്റവും മനോഹരമായ ദിവസം. ഈ ദിവസത്തിൽ ഇത്രയും വിശിഷ്ടമായ ഒരു ഫംഗ്ഷന് എന്നെ ക്ഷണിച്ചതിനുള്ള ഏറ്റവും വലിയ സന്തോഷവും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. ഇതെനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ ആദരവായിട്ട് കാണുന്നു. സാധാരണ എയർപോർട്ടിലേക്ക് വരുമ്പം ഞാൻ പിഷാരടി ലാലേട്ടൊക്കെ വരുമ്പോൾ ഞങ്ങൾ ചെറിയ ടെൻഷനായിട്ട് വരാറ്. കാരണം ID പ്രൂഫ് എടുത്തോ, മാസ്ക് വെച്ചോ, പാസ്പോർട്ട് എടുത്തോ, ഭയങ്കര ടെൻഷനോടെ വരും. പക്ഷെ ഇപ്രാവശ്യം വന്നപ്പോൾ ഇത്രയും സ്നേഹമായിട്ട് നിങ്ങളെല്ലാവരും ആനയിച്ച് കൊണ്ട് ജീവിക്കുമ്പോൾ സ്വപ്നമാണോ ഒന്നും മനസ്സിലാവുന്നു. കാരണം അത്ര ടെൻഷനോടെ വരുന്നത്, ഓടിപ്പിടിച്ച് അവിടെ ഈ ട്രാഫിക്കിലൊക്കെ വന്നിട്ടേ. അപ്പോൾ അങ്ങനെയുള്ളൊരു ഭയങ്കര വല്ലാത്തൊരു അനുഭൂതിയായി. ഇത്ര നേരം അതിങ്ങനെ ആസ്വദിക്കാൻ ഇപ്പോഴാണ് ടെൻഷനായത്. എന്ത് പറയും.
ദാസേട്ട എത്ര കാലമായി ഒരു പാട്ടിങ്ങനെ കേൾക്കാൻ കൊതിക്കുന്നു. നമ്മൾ ഈ പറഞ്ഞ പോലെ ആ 80s ദാസന്റെ പാട്ടുകളൊക്കെ കാത്തിരിക്കുന്ന കാലം ഉണ്ടായിരുന്നു. ദാസന്റെ പാട്ടില്ലെങ്കിൽ ഓണം പൂർണ്ണമാകില്ല. ശരിക്കും പറഞ്ഞാൽ 18 വർഷത്തിന് ശേഷം ഓണം പൂർണ്ണമാകുന്നത് ദാസന്റെ ഈ പാട്ട് വരുമ്പോഴാണ്. കാരണം മലയാളികൾക്ക് ദാസേട്ടൻ്റെ പാട്ടും കൂടെ ഉണ്ടെങ്കിലേ സമ്പൂർണ്ണമായ ഓണം പൂർത്തിയാകുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്. അതിന് അവസരമൊരുക്കിയ തരംഗിണി ദാസേട്ടൻ തന്നെയാണ്. ഇവരാണ് ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ. ഇതിൻ്റെ ലിറിസിസ്റ്റും സംഗീത സംവിധായകനും മഹാഭാഗ്യവാന്മാരാണ് നിങ്ങൾ. കാരണം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ദാസേട്ടൻ്റെ പാട്ട്, അത് ഓണപ്പാട്ട്, സിയാൽ ഇതിനെ സപ്പോർട്ട് ചെയ്തിറക്കുന്ന ഈ ഒരു ആൽബം നിങ്ങളുടെ കൈകളിലൂടെ വരുമ്പോൾ നിങ്ങൾ മഹാഭാഗ്യവാന്മാരാണ്. കൺഗ്രാജുലേഷൻസ്. ഈ ആൽബത്തിൻ്റെ എല്ലാ വിജയത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. സിയാലിൻ്റെ ലോക നിലവാരത്തിലുള്ള ഒരുപാട് നേട്ടങ്ങളുണ്ട്. ആ നേട്ടത്തിൻ്റെ പട്ടികയിൽ ഈ ഒരു സംരംഭവും ഏറ്റവും വലിയ നേട്ടമായി ഞാൻ കാണുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. അയ്യോ, അതൊരു വലിയ ടാസ്ക്കാണ്. ദാസേട്ടൻ ചേച്ചിയോടിരിക്കുമ്പോൾ ഞാൻ ദാസേട്ടൻ്റെ പാട്ട് പാടാനാണ്. നമ്മൾ വല്ല മുറിയിലൊക്കെ ഇരുന്ന് ക്യാമറ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ പാടി തീർക്കാറുണ്ട്. അയ്യോ, ലാലട്ടൻ പോലും പാടിയില്ല, പാടുന്നില്ല. ദാസേട്ടൻ്റെ പാട്ടുകളിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ ഓണത്തെക്കുറിച്ച് കുട്ടിക്കാലത്തൊക്കെ അറിഞ്ഞു തുടങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ അതിൽ റിസൊക്കെ ഇങ്ങനെ കേട്ട് അപ്പൊ ആദ്യം കേട്ട പാട്ട് എനിക്കൊന്ന് ഓണക്കോടി കൊടുത്തു മാനം തന്നു, ആ പാട്ടാന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു നാലിലേന്ന് നോക്കട്ടെ. ഓണക്കോടിയൊടുത്തു മാനം മേഘ കസവാലേ, വെൺമേഘ കസവാലേ, മഴവില്ലിൻ മലർമുടിയിൽ ചൂടി മധുഹാസം തൂകി, അവൾ മധുഹാസം തൂകി. ഹാപ്പി ഓണം. ദൈവതുല്യനായ ദാസേട്ടൻ നമസ്കാരം. ഏറ്റവും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ലാലേട്ടൻ, സദസ്സിലിരിക്കുന്ന മനോജേട്ടൻ, സുജാ ചേച്ചി, സുദീപേട്ടൻ, ലിറിസിസ്റ്റ്, സംഗീത സംവിധായകൻ, ഇവിടെ കൂടിയിരിക്കുന്ന മറ്റെല്ലാ വിശിഷ്ട വ്യക്തികൾക്കും നമസ്കാരം. ഓണമാണ്. സമയത്തിന് സ്വർണത്തിൻ്റെ വിലയുള്ളവരാണ് എനിക്ക് മുന്നിലുള്ളവർ എന്നെനിക്കറിയാം. അതുകൊണ്ട് സുദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല. ചിലപ്പോഴൊക്കെ നമ്മളെ ഒരു കലാകാരനായത് ഏറ്റവും വലിയ ഭാഗ്യമാണ് എന്ന് തോന്നുന്ന നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സംഗീതവുമായിട്ടൊക്കെ ബന്ധമുള്ളവരാണ്. ഞാൻ അത്രയ്ക്ക് ഈ പറയുന്ന പോലെ സംഗീതവുമായിട്ടൊരു ബന്ധം അവകാശപ്പെടാവുന്ന ഒരാളല്ല. ആദ്യമായിട്ടൊരു സിനിമ സംവിധാനം ചെയ്യാനാകും എന്ന് ഉറപ്പായപ്പോൾ ആദ്യം ഫിക്സ് ചെയ്തത് ദാസേട്ടൻ്റെ ഒരു പാട്ട് വേണമെന്നാണ്. ഞാൻ സംഗീത സംവിധായകൻ എം ജയേന്ദ്രനോട് പറഞ്ഞു. അങ്ങനെ അതിലേക്ക് എത്തി. റെക്കോർഡിങ് കഴിഞ്ഞ് അദ്ദേഹം എന്നെ വിളിച്ചു. അത് അദ്ദേഹത്തിൻ്റെ ആവശ്യമല്ലായിരുന്നു, എൻ്റെ ആവശ്യമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈല് പരിശോധിച്ചാൽ അതിൽ എൻ്റെ പേര് വരണമെന്നുള്ള എൻ്റെ അത്യാഗ്രഹമായിരുന്നു. അത് രണ്ടാമത്തെ സിനിമയുടെ പേര് ഗാനഗന്ധർവനായിരുന്നു. ഇതൊക്കെ യാദൃശ്യമാണ്. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഗാനമേളയ്ക്കിടയിൽ മിമിക്രി അവതരിപ്പിച്ചിട്ടുള്ള മിമിക്രി കലാകാരന്മാർ വിരലും മടക്കിയാൽ തീരും, അത്രയും പേരേ ഉള്ളൂ. അതിലൊന്നാകാനും എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഒന്നാണ് ഇന്ന് ഈ ഓണനാളിൽ ലാലേട്ടനും ദാസേട്ടനും സുജാ ചേച്ചിയും മനോഹരനൊക്കെ ഉള്ളൊരു വേദിയിൽ എനിക്കും കൂടെ ക്ഷണം കിട്ടുക എന്ന് പറയുന്നത്. ഞാനൊക്കെ എത്രമാത്രം ദാസേട്ടനെ സ്നേഹിക്കുന്നു എന്ന് എല്ലാവർക്കും പറയാൻ പറ്റും. എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്. തരംഗിണിയും അതിൻ്റെ പാട്ടുകളും എന്നും നിലവാരമുള്ളതാണ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ ഞാനൊരു തെളിവ് എൻ്റെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അത് കാണിച്ചില്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ വിശ്വസിക്കില്ല. 1983 പുറത്തിറങ്ങിയ വസന്ത ഗീതങ്ങൾ എന്ന് പറയുന്ന കാസറ്റാണിത്. ഇതിപ്പോഴും വർക്ക് ചെയ്യും. ഇത് ശരണ തരംഗിണി എന്ന് പറയുന്ന കാസറ്റാണ്. ഇതൊക്കെ എൻ്റെ വീട്ടിൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. ഇത് രണ്ടും ഇപ്പോഴും വർക്ക് ചെയ്യും. പക്ഷേ ടേപ്പ് റെക്കോർഡർ നിങ്ങളുടെ വീട്ടിൽ പോലും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. ഇതിനിടയ്ക്ക് ആരെൻ്റെ വീട്ടിൽ പോയപ്പോൾ ലാംബി സ്കൂട്ടർ ഇരിക്കുന്നത് കണ്ടു. അന്നും വലിയൊരു നെഞ്ചുവേനാണ്. എൻ്റെ അച്ഛൻ്റെ സ്കൂട്ടറും കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നു. അത്തരത്തിൽ ചില കാര്യങ്ങൾ നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണ്. ഈ ചടങ്ങിന് എന്നെ ക്ഷണിച്ചതിന് എല്ലാവരോടും ആത്മാർത്ഥമായ നന്ദി ഈ അവസരത്തിൽ പറയുന്നു. ലാലേട്ടന് നന്ദി, മനോഹരന് നന്ദി, ദാസേട്ടന് നന്ദി. താങ്ക് യു വെരി മച്ച്. നമസ്കാരം. പ്രത്യേകിച്ച് ഒരു ഫാമിലി ഇവൻ്റാണിത്. ഞങ്ങളുടെ ഈ തരംഗിണി കുടുംബത്തിൻ്റെ ഇങ്ങനത്തെ ഒരു 18 വർഷം കഴിഞ്ഞിട്ട് അപ്പം ഇറക്കുന്ന ഈ ഒരു ഓണ ഗാനത്തിന് പ്രത്യേകിച്ച് അതിന് മ്യൂസിക് ഡയറക്ടറും ലിറിസിസ്റ്റിനും എല്ലാ അഭിനന്ദനങ്ങളും. പ്രത്യേക നന്ദി ടു CIL ഫോർ
conducting this in such a wonderful way. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല, പക്ഷേ ലാലേട്ടന് നന്ദി, സനലേട്ടൻ, വിശാരടി, മനോജേട്ടൻ, സുദീപേട്ടൻ, സുജി, അത് ഫാമിലിയാണ്. ഇവിടെയുള്ള എല്ലാവരും കുറച്ച് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള, അല്ലെങ്കിൽ ഈ തെരങ്ങിണി ഫാമിലിയായിട്ട് മേ ബി വിശാരടി ഞാൻ കയറി വന്നപ്പോൾ ഞാൻ കേട്ടു എന്താ തെരങ്ങിണി കാസറ്റിൻ്റെ ഇതൊക്കെ കാണിച്ചത്. അത് കണ്ട് വളർന്ന ഒരാളായതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫാൻ ബേസ് എന്താണെന്ന്, അല്ലെങ്കിൽ അതിലേക്കുള്ള ഒരു കണക്ഷൻ, എല്ലാവർക്കും ഉള്ള ഒരു കണക്ഷൻ എന്താണെന്ന് എനിക്കറിയാം. പ്രത്യേകിച്ച് ഓണം എന്നുള്ള അല്ലെങ്കിൽ ഓണത്തിലേക്ക് ഇറങ്ങുന്ന ഗാനങ്ങൾ, അതിൽ ഞാനും വളർന്നു വന്നത് അങ്ങനെയാണ്, പാട്ട് പാടി വളർന്നു വന്നത് അങ്ങനെയാണ്. തരങ്ങിണിയുടെ കുറേ ആൽബംസിൽ പാടി ചെറിയ ശബ്ദത്തിലും, പിന്നെ അത് കഴിഞ്ഞ് പതുക്കെ പതുക്കെ ഒരു മെയിൻ വോയിസ് ആയിട്ട് ഇൻഡസ്ട്രിയിലേക്ക് കയറിയതും അങ്ങനെയാണ്. വിദ്യാസാഗർ സാറിൻ്റെ ചന്ദന വളയിട്ട് എന്നുള്ള ആ ഒരു ഗാനം തരങ്ങിണിക്ക് വേണ്ടി തിരുവോണക്കൈ നീട്ടും, അതിൽ അപ്പയും സുജിയും പാടിയ ആ ആൽബത്തിൽ ആ ഒരു പാട്ടിലാണ് ഞാൻ എൻ്റെ ഇൻഡസ്ട്രിയിലേക്കുള്ള ഒരു തുടക്കം. സോ ഇതൊരു നൊസ്റ്റാൾജിക് ഒരു ഫീലിംഗ് തന്നെയാണ് എനിക്കും. ആൻഡ് പ്രത്യേകിച്ച് ഞാനിവിടെ തരങ്ങിണി ഫാമിലിയുടെ സൈഡിൽ നിന്ന് എല്ലാവരും നന്ദി അറിയിക്കാൻ വേണ്ടി മാത്രം സംസാരിക്കുന്നു, അത്രേ ഉള്ളൂ. ആ ആൽബത്തിൽ പ്രത്യേകിച്ച് എനിക്കിഷ്ടപ്പെട്ട ഒരു ഗാനം, അത് ലിറിക്സ് ഒന്ന് എടുത്തോട്ടെ, അത് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ രണ്ടുപേരും പാടാം. ഇവിടെ വരാൻ പ്ലാൻ ചെയ്തിരുന്ന അങ്ങനത്തെ കുറേ മ്യൂസിക് ഡയറക്ടേഴ്സ് എത്താൻ സാധിച്ചിട്ടില്ല, പക്ഷേ അവർക്കൊക്കെ നമ്മുടെ കൂടെ തരങ്ങിണിയിൽ അപ്പയ്ക്ക് വേണ്ടി അപ്പയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള കുറേ മ്യൂസിക് ഡയറക്ടേഴ്സും ലിറിസിസ്റ്റും ഒക്കെ. ഇൻഫാക്ട് ഋതുഗീതങ്ങൾ എന്ന് സുദീപേട്ടൻ പറഞ്ഞത്, ഐ തിങ്ക് അപ്പോഴാണ് നന്ദുവും ഞാനും ആദ്യമായിട്ട് കാണുന്നതും. അതിൽ രവീന്ദ്ര മാഷിൻ്റെ കൂടെ ഞാനിങ്ങനെ അതിലെ പാട്ടിൽ പഠിക്കാനും ഒക്കെ എന്താണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടത് അപ്പോഴാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ അയ്യപ്പ ഭക്തി ഗാനങ്ങളൊക്കെ ഞങ്ങൾ ഒരു ആൽബമൊക്കെ ഇറക്കിയിട്ടുണ്ട്, ഞാനും നന്ദുവും കൂടെ. സോ നന്ദുവിന് ഇങ്ങനത്തെ ഒരു നല്ലൊരു എന്താ പറയുക, ഐ തിങ്ക് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞതിനെക്കാട്ടിലും ഒരു മൈൽ സ്റ്റോണിൽ ഇങ്ങനത്തെ ഒരു ഇത് വളരെ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു മ്യൂസീഷ്യനാണ്. ആൻഡ് നന്ദുവിന് ഇങ്ങനത്തെ ഒരു പാട്ടിലേക്ക് അത് അപ്പയുടെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചത് എനിക്ക് ഏറ്റവും വലിയ ഒരു സന്തോഷമുണ്ട്. സോ കൺഗ്രാറ്റ്സ് നന്ദു ആൻഡ് രവി ഓൾസോ. ഞാനിതിലെ പാട്ട് കേട്ടിട്ടില്ല, പക്ഷേ നല്ലതാണെന്ന് എൻ്റെ ഈ കുടുംബത്തിൽ നിന്ന്, തരങ്ങിണി കുടുംബത്തിൽ നിന്ന് എല്ലാവരും ഇങ്ങനെ പറഞ്ഞ് അറിഞ്ഞു. സോ ഈ പാട്ട് നിങ്ങൾക്ക് വേണ്ടി, തിരുവോണക്കൈ നീട്ടം എന്നുള്ള പാട്ടിൽ ആൽബത്തിലുള്ള പാട്ട് നിങ്ങൾക്ക് വേണ്ടി പാടാം. ഉണ്ണിക്കാലടികൾ പിച്ച നടന്നോരീ മണ്ണിനെ ഞാനെന്നും സ്നേഹിക്കുന്നു. ആർദ്രമാം ചന്ദനത്തടിയിലെരിഞ്ഞൊരൻ അച്ഛൻ്റെ ഓർമ്മയെ സ്നേഹിക്കുന്നു. ആരോ കമഴ്ത്തിവച്ചൊരോട്ടുരുളി പോലെ ആകാശത്താവണി തിങ്കൾ പഴകിയൊരോർമ്മയാൽ മിഴിനീരുവാർക്കും, പഴകിയൊരോർമ്മയാൽ മിഴിനീരുവാർക്കും പാഴിരുവാടിൻ മുന്നിൽ
മുറ്റത്തെത്തുന്നു ഓണനിലാവും ഞാനും ഈ ഓണനിലാവും ഞാനും. അഭ്യോദ്യനായ ഗുരുനാഥന് നമസ്കാരം. പ്രിയപ്പെട്ട ലാലേട്ടൻ നമസ്കാരം. സുചേച്ചി, മനോജേട്ടൻ, ബിജു, ഷാരടി, സുഹാസ് സാർ, വേദിയിലെ ബഹുമാന്യരായ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എല്ലാവരും പറഞ്ഞതിനപ്പുറം പറയാൻ എനിക്കും വാക്കുകൾ കിട്ടുന്നില്ല. സ്കൂൾ കോളേജ് കാലഘട്ടങ്ങളിലൊക്കെ തരംഗിണിയുടെ ഓണപ്പാട്ടുകൾ ഈ ഓണമുള്ള 10 ദിവസവും രാവിലെ കേൾക്കാത്ത ഒരു ദിവസമില്ല. അതുകൊണ്ട് തന്നെ തരംഗിണിയിൽ നിന്ന് കേട്ട പാട്ടുകളിൽ എത്രയോ പാട്ടുകൾ അതിൻ്റെ ഒരു ലിറിക്കും കയ്യിലില്ലാതെ കാണാതെ എനിക്ക് പാടാൻ പറ്റുമെന്ന് ഞാൻ അഭിമാനപൂർവ്വം പറയും. കാര്യം അത്ര തവണ ഞാനത് കേട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഈ പാട്ട് കേൾക്കുമ്പോൾ ഈ പാട്ട് എഴുതിയ ശ്രീ ഹരിഹരനെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുന്നു. കാരണം ഓണപ്പാട്ട് എഴുതുക എന്ന് പറയുന്നത് ഇപ്പോൾ അത്ര എളുപ്പമല്ല. അതിൻ്റെ ആശയങ്ങളൊക്കെയും എഴുതി കഴിഞ്ഞു. ശ്രീകുമാരൻ തമ്പി സാറിനെ പോലെ എത്രയധികം ഓണപ്പാട്ട് എഴുതിയ തരംഗിണിക്ക് വേണ്ടി എഴുതിയ ഒരാളില്ല. ആ സങ്കല്പത്തിൽ നിന്നൊക്കെ മാറി പുതിയ ഒരു കൺസെപ്റ്റ്, അത് മാവേലി ഒരു ചിങ്ങത്തേരിൽ വരുന്നു എന്നുള്ള രീതിയിൽ അദ്ദേഹം മനോഹരമായി എഴുതിയിരിക്കുന്നു. അത് ഏറ്റവും സന്തോഷം തോന്നിയത് തരംഗിണിയുടെ 18 വർഷം മുമ്പ് ഇറങ്ങിയ ഋതുഗീതങ്ങൾ എന്ന ആൽബം രവീന്ദ്രൻ മാസ്റ്റർ സംഗീതം പകർന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്ത, രവീന്ദ്രൻ മാസ്റ്ററുടെ അസിസ്റ്റൻ്റായി ആ റെക്കോർഡിങ്ങിനുണ്ടായിരുന്ന, അതിൻ്റെ ഓർക്കസ്ട്രേഷൻ നിർവഹിച്ച നന്ദു കർത്ത 18 വർഷത്തിന് ശേഷം ഈ പാട്ടിലൂടെ സംഗീത സംവിധാനമായി തരംഗിണിയിലൂടെ വരിക എന്ന് പറയുമ്പോൾ അതൊരു യാദൃച്ഛികത എന്നതിനേക്കാൾ ഉപരിയായിട്ട് അദ്ദേഹത്തിൻ്റെ ഗുരുത്വമായിട്ട് ഞാൻ വിചാരിക്കുന്നു. നന്ദുവിന് പ്രത്യേകമായ അഭിനന്ദനം ഈ അവസരത്തിൽ പറയുന്നു. മനോഹരമായ ഒരു ഗാനം സമ്മാനിച്ചതിന്, അതുപോലെ ഇത് വളരെ മനോഹരമായി ചിത്രീകരിച്ച ഇതിൻ്റെ സംവിധായകനെയും ഈ അവസരത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. പിന്നെ യേശുദാസ് സാറിൻ്റെ ശബ്ദം, നമ്മൾ ഓരോ പാട്ട് കേൾക്കുമ്പോഴും നമ്മൾ വിസ്മയത്തിൻ്റെ ലോകത്താണ്. എൻ്റെ വ്യക്തിപരമായി ഞാൻ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ, എല്ലാവരുടെയും അവസ്ഥ തന്നെ ആയിരിക്കാം. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ രോമാഞ്ചം അനുഭവിച്ചപ്പോഴാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ പാട്ട് കേട്ടിട്ടാണ്. അല്ലാതെ ഒരിക്കലും അത്രയും തവണ മനസ്സുകൊണ്ട് എക്സൈറ്റഡ് ആയിട്ടില്ല. അതേ എക്സൈറ്റ്മെൻറ്റ് ഇതേ ഇപ്പോൾ ഈ വേദിയിലും ആ ഗാനത്തിലൂടെ കേൾക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ സുചേച്ചി പറയുന്നത് ഞാൻ പാട്ട് പാടണം, പക്ഷെ സത്യത്തിൽ എനിക്ക് പാട്ട് പാടാൻ പറ്റുന്നില്ല. അത്രയും സന്തോഷമാണോ എന്താണോ പറയുന്നത്, അങ്ങനത്തെ അവസ്ഥയിലാണ്. എങ്കിലും ഞാൻ എൻ്റെ മനസ്സിലുള്ള ഒരു പാട്ടിൻ്റെ 4 വരി പാടാം. തരംഗിണിയുടെ പാട്ട് തന്നെയാണ്. നമുക്ക് ഒരുപാട് സമ്പത്തുള്ളവർക്ക് എല്ലാ ദിവസവും ഓണമാണ്, ഒന്നുമില്ലാത്തവരാണ് ഓണം ഈ വർഷത്തിലൊരിക്കൽ വരുന്നതെന്ന് പറയാറുണ്ട്. അതുപോലെ ഒരു പാട്ടിൽ ഏറ്റവും വിപ്ലവകരമായി എഴുതിയതാണ് തമ്പി സാർ, രവീന്ദ്ര മാസ്റ്റർ സംഗീതത്തിൽ. തിരുവോണത്തിൻ കോടിയൊടുക്കാൻ കൊതിക്കുന്നു തെരുവിൻ മക്കൾ, തിരുവോണത്തിൻ കോടിയൊടുക്കാൻ കൊതിക്കുന്നു തെരുവിൻ മക്കൾ. അവർക്കില്ല പൂമുറ്റങ്ങൾ പൂനിരത്തുവാൻ, വയറിൻ്റെ രാഗം കേട്ടേ മയങ്ങുന്ന വാമനന്മാർ. അവർക്കോണക്കോടിയായി നീ വാ വാ വാ, ഉത്രാടക്കോനിലവേ വാ. മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവണിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ വാ വാ, ഉത്രാടക്കോനിലവേ വാ. കൊണ്ടൽ വഞ്ചി മിഥുനക്കാറ്റിൽ കൊണ്ടുവന്ന മുത്താരങ്ങൾ, കൊണ്ടൽ വഞ്ചി മിഥുനക്കാറ്റിൽ കൊണ്ടുവന്ന മുത്താരങ്ങൾ. മണിച്ചിങ്ങം മാലയാക്കി അണിഞ്ഞുവല്ലോ, പുലരുന്ന പൊന്നോണത്തെ പുകഴ്ത്തുന്ന പൂവനങ്ങൾ. പുതയ്ക്കും പൊന്നാടയായി നീ വാ വാ വാ, ഉത്രാടപ്പൂനിലവേ വാ. മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവണിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ വാ വാ,
ഉത്രാടപ്പൂനിലാവേവാ